സുഡാനിലെ സൈന്യവും പാരാമിലിറ്ററി വിഭാഗമായ RSFും തമ്മിലുള്ള യുദ്ധം ഇതിനോടകം തന്നെ 10,000-കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്തിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര വേദികളിൽ ബ്രിട്ടൻ പറയുന്നത് ഈ അക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ്. എന്നാൽ അണിയറയിൽ നടക്കുന്നത് മറ്റൊന്നുമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സുഡാനിലെ അക്രമങ്ങൾ തടയാൻ ആവശ്യമായ ശക്തമായ നയതന്ത്ര നീക്കങ്ങളിൽ നിന്ന് ബ്രിട്ടൻ ബോധപൂർവം പിന്നോട്ട് പോയി എന്നാണ്. ഇനി നമുക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ സൊമാലിയയും സൊമാലിലാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ബ്രിട്ടന്റെ ഇടപെടൽ കുറച്ചുകൂടി സങ്കീർണമാണ്. സൊമാലിയ എന്ന രാജ്യം വിഭജിക്കപ്പെടരുത് എന്നും അതിന്റെ ഐക്യം നിലനിൽക്കണമെന്നുമാണ് ബ്രിട്ടന്റെ ഔദ്യോഗിക നിലപാട്. എന്നാൽ സൊമാലിയയിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടില്ലാത്ത സൊമാലിലാൻഡ് എന്ന പ്രദേശത്തെ ബെർബറ തുറമുഖത്തിൽ ബ്രിട്ടന് വലിയ നിക്ഷേപവുമുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഈ തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ പങ്കാളിയാണ്. ഒരു വശത്ത് സൊമാലിയയുടെ അഖണ്ഡതയെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് അവർ അംഗീകരിക്കാത്ത ഒരു വിഘടനവാദി ഗവൺമെന്റുമായി ചേർന്ന് ബിസിനസ് നടത്തുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ തുറമുഖം വഴിയാണ് സുഡാനിലെ കലാപകാരികളിലേക്ക് സഹായം എത്തുന്നത് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ലളിതമാണ്. തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ ഇതിന്റെ ഒന്നാമത്തെ കാരണമാണ്. ചെങ്കടലിനോട് ചേർന്നുള്ള ബെർബറ തുറമുഖം ലോക വ്യാപാരത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ സമാധാനത്തെക്കാൾ ഉപരിയായി തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും ബിസിനസ് പങ്കാളിയായ UAEയുമായുള്ള ബന്ധത്തിനുമാണ് ബ്രിട്ടൻ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ബ്രിട്ടന്റെ വിശ്വാസ്യത തകർക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്.